ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വെൻ ലവ് അറൈവ്സ് ബൈ സാര കെ ആൻഡ് ഫിൽ കെ. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു പുതിയ ടൈപ്പ് ഓഫ് പോയട്രിയെ പറ്റിയിട്ടാണ്. സ്പോക്കൺ വേർഡ് പോയട്രി ഓർ പെർഫോമൻസ് പോയട്രി. നോർമലി നമ്മൾ കവിതകളൊക്കെ എങ്ങനെയാണ്, ഒരു കവിത എഴുതി വെക്കുന്നു, അത് ആരെങ്കിലും പാടുന്നു അല്ലേ, അങ്ങനെയാണ് നോർമലി ഒക്കെ നടക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തപരമായിട്ട് സ്പോക്കൺ വേർഡ് പോയട്രിയിൽ ഉദ്ദേശിക്കുന്നത് ഒരു കവിത എഴുതുന്നു. ആ കവിത എഴുതിയിട്ട് ഒരു വലിയ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അതൊരു കഥ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരുപാട് ആക്ഷൻ കാണിച്ചിട്ടോ അതിനെ പാട്ട് പാടി അതിനൊരു പ്രത്യേക രീതിയിലേക്ക് ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പോയട്രിയാണ് നമ്മുടെ സ്പോക്കൺ വേർഡ് പോയട്രി. അതായത് ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ വോയിസ് മോഡുലേഷൻസ് കൊടുക്കേണ്ടി വരും, സ്ട്രെസ് ചെയ്യേണ്ടി വരും. ടോൺ, ടെമ്പോ, പിച്ച്, റിതം, ഇതൊക്കെ ഈ ഒരു സ്പോക്കൺ വേർഡ് പോയട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ അങ്ങനെ അഭിനയിച്ചും ഒരു കഥ പറയുക എങ്ങനെയാണ്, നമ്മളതിനെ വളരെയധികം അതിനൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അത്രയും ഭാവങ്ങൾ കൊടുക്കണം അല്ലേ, അതിൻ്റെ ആക്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ കൂടെ പോയട്രി കൂടെ ആകുമ്പോൾ എന്താവുന്നു, അതൊരു പെർഫോമൻസ് പോയട്രി. അത് വളരെ ലൈവായിട്ട് തത്സമയമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണെന്ത് സ്പോക്കൺ വേർഡ് പോയട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഡെഫിനേഷനൊക്കെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പോയട്രി ദാറ്റ് കമ്പൈൻസ് സ്റ്റോറി ടെല്ലിംഗ്, ഡ്രാമ ആൻഡ് പോയട്രി ഇൻ എ വേ ദാറ്റ് ഇസ് ഇൻറ്റൻഡഡ് ടു ബി പെർഫോം ലൈവ്. So performance poetry, which is composed for the audience, stresses the auditory and visual experience in contrast to traditional poetry. അതായത് നോർമലി ഉള്ളൊരു ട്രഡീഷണൽ പോയട്രി, അതായത് കവിത എഴുതിയിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ പാടുന്നു. അതല്ലാതെ എഴുതുന്ന ആൾ തന്നെ അതിന് ഒരു പ്രത്യേക രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നു, വോയിസ് മോഡുലേഷൻസ് കൊടുക്കുന്നു, ചില സ്ഥലത്ത് സ്ട്രെസ് ചെയ്യേണ്ടത് കൊടുക്കുന്നു അല്ലേ. അപ്പം നമുക്ക് ഈ പെർഫോമൻസ് പോയട്രി കാണുമ്പോൾ നമുക്ക് അതൊരു സംഭവം നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പെർഫോമൻസ് പോയട്രിയുടെ തുടക്കം എന്ന് പറയുന്നത് 1920 ജാസ് ആൻഡ് ബീറ്റ് പോയട്രിയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1982 ഹെഡ്വിഗ് ഗോസ്കായ് എന്ന് പറയുന്നൊരു ലേഡിയാണ് ഈ പെർഫോമൻസ് പോയട്രി എന്നുള്ള പേര് നൽകിയത്. ഈ ഒരു പോയട്രിയിൽ നമുക്ക് ഓഡിയൻസിനും അവരുടെ ആ ഒരു പരിപാടിയിൽ എൻഗേജ്ഡ് ആവാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ഒരു നിങ്ങളിപ്പോൾ തന്നെ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന വെൻ ലവ് അറൈവ്സിൽ പോലും ചില സ്ഥലത്ത് വളരെ കോമഡി ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എ സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു കോമിക് എലമെൻറ്റ്സ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളെല്ലാം നമ്മളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനൊക്കെ കഴിയുന്നതുകൊണ്ട് നമ്മളും ആ ഒരു പോയട്രിയിൽ എൻഗേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിയൻസും ഒപ്പം പാടുന്നവരും അല്ലെങ്കിൽ പെർഫോമൻസ് പോയട്രി ചെയ്യുന്നവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദ ന്യൂയോർക്കർ മാഗസീൻ പറയുന്നത് ദ ഡൈനാമിക് ഡുവോ ഓഫ് പെർഫോമൻസ് പോയട്രി. ആരാണ് ഈ ഡൈനാമിക് ഡുവോ ഓഫ് പെർഫോമൻസ് പോയട്രി? അതാണ് നമ്മുടെ സാര കെ ആൻഡ് ഫിൽ കെ. ഇവർ രണ്ടുപേരും 2006 മുതൽ കോ പോയറ്റ്സ് ആയിരുന്നു. ഇവരൊരു പ്രൊജക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഫൗണ്ടഡ് Project Voice, a movement that uses spoken word poetry to inspire young people to express and engage with the world around them. അതായത് അതൊരു പ്രോഗ്രാമാണ്. അത് യങ് പീപ്പിൾ, നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരെയെല്ലാം സ്പോക്കൺ വേർഡ് പോയട്രി യൂസ് ചെയ്യാനും അതിലൂടെ നമ്മുടെ തോട്ട്സും നമ്മുടെ ചിന്തകളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു തരം പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് വോയിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെൻ ലവ് അറൈവ്സ് എന്ന് പറയുന്ന സ്പോക്കൺ വേർഡ് പോയട്രിയിൽ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ജനിക്കുന്ന അന്ന് തൊട്ട് മരിക്കുന്ന അന്ന് വരെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഒരാളോട് ഒരു സ്നേഹമുണ്ടാവും. സ്നേഹമെന്ന് ഉദ്ദേശിച്ചത് പ്രേമമാണ്. ഒരു കാമുകനോ കാമുകിയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ. നമുക്ക് ചിലപ്പോൾ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ചിലപ്പോൾ അത് ആ ഒരു ചെറുപ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇല്ലാതെയാവും. പിന്നെ ചിലപ്പോൾ ഒരു അഡൾട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ കോളേജ് സമയത്ത് നമുക്ക് വേറൊരു പ്രേമം ഉണ്ടാവും. ചിലപ്പോൾ അതും അവിടെ വെച്ച് നശിക്കാം. എന്നിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് വേറൊരാളുമായി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തുടങ്ങിയ സ്നേഹബന്ധം തന്നെ ഏറ്റവും അവസാനം കല്യാണത്തിലെത്തി ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സ്പോക്കൺ വേർഡ് പോയട്രിയിൽ നമുക്ക് പറയുന്നത്. നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലവിൻ്റെ കാര്യത്തിൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ കാലം ചെല്ലുന്നവരും അതിങ്ങനെ മാറി മറയാം.
അതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു റിയാലിറ്റി, നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ് ഈ ലവിലൂടെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അത് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഒരു ചെറിയ സമ്മറിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്പോക്കൺ പോയട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ലവ് ലുക്ക്ഡ് ലൈക്ക്. അതായത് 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിത ഇങ്ങനെ ആയിരിക്കുമെന്ന്. ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ലെങ്കിൽ പോലും എനിക്ക് അവളെ പറ്റിയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവളെ എല്ലാവരുടെയും തിരയുമായിരുന്നു. അവളെയോ അവനെയോ, നിങ്ങൾക്ക് ഏത് പെർസ്പെക്റ്റീവിൽ വേണമെങ്കിലും ഇവിടെ പറയാം. കാരണം ഈ ഒരു പെർഫോമൻസ് പോയട്രി നടത്തുന്നത് ഒരു സ്ത്രീ സാര കെ, അതുപോലെ തന്നെ ഒരു പുരുഷൻ ഫിൽ കെ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചിട്ടാണ് ഈ പെർഫോമൻസ് പോയട്രി നടത്തുന്നത്. അപ്പോൾ ഓരോ ആംഗിളിൽ നിന്നും നമുക്കിതിനെ വീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച ആളെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ അയാളെ റെക്കഗ്നൈസ് ചെയ്യും. ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ ഞാൻ അയാളെ റെക്കഗ്നൈസ് ചെയ്യും. എൻ്റെ ലവ് ഒരു തരം ഹെംപ്പ് നെക്ലസ് കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഹെംപ്പ് നെക്ലസ്? ഹെംപ്പ് നെക്ലസ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്നത് ഒരു കയറ് പോലത്തെ ഉള്ളൊരു മെറ്റീരിയൽ കൊണ്ടാണ്. അതിനിങ്ങനെ ചുറ്റി മെടഞ്ഞ് നമ്മൾ തലമുടിയൊക്കെ പിന്നിയിടുന്നത് പോലെ മെടഞ്ഞ് ഒരു ജ്വല്ലറി പോലെ ആക്കുന്നു. അപ്പോൾ വിക്കിപീഡിയയിൽ പറയുന്നത് ഇതുണ്ടാക്കുന്നത് കഞ്ചാവ് ചെടിയിൽ നിന്നാണ്, അല്ലെങ്കിൽ കനാബിസ് സറ്റൈവിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ലവ് അതൊക്കെ ഈ ഹെംപ്പ് നെക്ലസൊക്കെ ഇട്ടിട്ടാണ് വരിക. അപ്പോൾ അവളെ കണ്ടാൽ ഞാൻ വേഗം തിരിച്ചറിയും. അതുപോലെ തന്നെ ലവ് നല്ല രീതിയിൽ തലമുടിയൊക്കെ വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് വരും. ഫ്രഞ്ച് ബ്രൈഡ് എന്ന് പറയുന്നത് അത് നല്ല ഹെയർ കട്ടാണ് അവർക്ക്. അവരെ കണ്ടാൽ തന്നെ നല്ല ഭംഗിയാവും. അതുപോലെ തന്നെ ലവിന് ഗിറ്റാർ വായിക്കാൻ നന്നായി അറിയാം. പിന്നെ അതുപോലെ തന്നെ ലവിന് ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് റോക്ക് ബാൻഡാണ്. ഒരുപാട് പാട്ടുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റോക്ക് ബാൻഡിൻ്റെ ഒരുപാട് പാട്ടുകൾ എൻ്റെ ലവിന് അറിയാം. ലവിന് എൻ്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യാനും യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ലവിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെയായി തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഞാൻ എൻ്റെ ലവിനെ. പക്ഷേ എവിടെയോ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം മനസ്സിലാക്കും അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ യഥാർത്ഥ ലവ് എന്നുള്ളത്. പക്ഷെ അങ്ങനെ അവസാനം വന്നപ്പോൾ ഞാൻ കണ്ടെത്തിയ എൻ്റെ ലവ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്. എന്താണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്? അവൾ നല്ല ഭംഗിയുള്ളവളായിരിക്കും, ഹെംപ്പ് നെക്ലസ് ഇടും, പിന്നെ ഫ്രഞ്ച് ബ്രെയ്ഡ് ആയിരിക്കും, പിന്നെ അവന് ഗിറ്റാർ വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ ബീറ്റിൽ സോങ്സിനെ പറ്റി അറിയാം. പക്ഷേ എനിക്ക് കിട്ടിയതെന്താ? ആഗ്രഹിച്ച സ്ത്രീ എന്തായിരുന്നു? നല്ല ഭംഗിയുള്ളവരായിരുന്നു. പക്ഷെ കിട്ടിയത് ഒരു ബൗൾ കട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതായത് വളരെ ഓക്വേർഡ് ആയിട്ടുള്ള ഹെയർ കട്ടുള്ള ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ അത്ര അൺഫാഷനബിൾ ഒന്നും അല്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഒരാൾ ഉദ്ദേശിച്ചിട്ട് കിട്ടിയത്. ഇനി തിരിച്ചാണെങ്കിലോ, ഹി വോർ ദ സെയിം ക്ലോത്ത്സ് എവറി ഡേ ഫോർ എവറി വീക്ക്. ഒരു പെൺകുട്ടിയാണ് ആഗ്രഹിച്ചത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ ഗിറ്റാർ വായിക്കുന്ന ആളും അതുപോലെ ബീറ്റിൽ സോങ്സിനെയൊക്കെ പറ്റി അറിയുന്ന ആളായിരിക്കണം. പക്ഷേ കിട്ടിയത് എങ്ങനെയാണ്? എപ്പോഴും എല്ലാ ആഴ്ചയിലും ഒരേ വസ്ത്രങ്ങൾ മാത്രം ഇട്ടിട്ട് വരുന്ന ആൾ, ബസ്സിൽ യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആൾ, അതെ ബീറ്റിൽ സോങ്സിനെ പറ്റി ഒന്നും അറിയാത്ത ആൾ, ഇങ്ങനെയുള്ള എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻസ്റ്റഡ് എവറി ടൈം ഐ ട്രൈ ടു കിസ് ലവ് അവർ ടീത്ത് ഗോട്ട് ഇൻ വേ. അതായത് അവർ തമ്മിൽ പരസ്പരം ചുംബിക്കാൻ നോക്കുമ്പോൾ അതടക്കം അവർക്ക് തെറ്റിപ്പോവാണ്. അവരുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും അവരുടെ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അത്രയും ഓക്വേർഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ചില സന്ദർഭങ്ങളിൽ ഈ ലവ് കാരണം കൊണ്ട് ഞാൻ എൻ്റെ പാരൻസിനോട് തന്നെ ഞാൻ നുണ പറയേണ്ടി വന്നു. അതായത് ലവിനെ കാണാൻ പോയിക്കുമായിരിക്കും, അല്ലെങ്കിൽ ലവിൻ്റെ കൂടെ കറങ്ങാൻ പോയിക്കുമായിരിക്കും. പക്ഷേ ഞാൻ എന്താ പറയുക, ഞാൻ ബെന്നിൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് വരേണ്ട അവസ്ഥ കൂടി വന്നു. പിന്നെ അടുത്ത് പറയുന്നത് ലവിന് ടെറിബിൾ റിതമാണെന്ന് പറയുന്നു. അതായത് ലവിന് അത്രയ്ക്ക് ഡാൻസ് കളിക്കാനോ ഒന്നും അധികം അറിയില്ല. അതുകൊണ്ട് സ്പീഡ് സോങ്സിനൊന്നും ഡാൻസ് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെപ്പോഴും ഡാൻസ് കളിക്കുക ഇതിലായിരിക്കും, വളരെ സ്ലോ സോങ്സിലായിരുന്നു ഡാൻസ് കളിക്കുക. സോ അതാണ് പറയുന്നത് ലവ് ഹാഡ് ടെറിബിൾ റിതം ഓൺ ദ ഡാൻസ് ഫ്ലോർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോർമലി സിനിമകളിലൊക്കെ കാണും, ഒരു കാമുകനും കാമുകി ഉണ്ടായിരിക്കും. കാമുകൻ കാമുകിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് ആരായിരിക്കും? ആ വീട്ടിലെ ആ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയായിരിക്കും. കോൾ എടുത്തിട്ട് ഹലോ പറയുമ്പോഴേക്കും അപ്പോഴേക്കും ഇവിടെ ഹലോ കേൾക്കില്ല, അപ്പം തന്നെ കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓക്വേർഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ലവുമായിട്ട് ഉണ്ടാവുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ കാലം ഈ ലവ് അങ്ങോട്ട് വളർന്ന് വലുതാവുന്നു. സ്ട്രെച്ച്ഡ് ലൈക്ക് എ ട്രാംബോലീൻ. എന്താണ് ട്രാംബോലീൻ എന്ന് പറയുന്നത്? നമ്മൾ പാർക്കിലൊക്കെ പോയാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിൽ റബ്ബർ കൊണ്ടുണ്ടാക്കിയൊരു സാധനം ഉണ്ടായിരിക്കും. അതിൻ്റെ മേലെ നമ്മൾ കയറിയിട്ട് ജമ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും. നമ്മളിങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും.
അതാണ് ട്രാംപോളിൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ലവ് എക്സ്പാൻഡ്സ് ആൻഡ് അഡാപ്റ്റ്സ് ഓവർ ടൈം. കുറേ കാലം ഇങ്ങനെ ലവ് ഇങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. കാലം ചെല്ലുന്തോറും നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവും. ലവ് ബിക്കം സംതിങ് മോർ ഫ്ലെക്സിബിൾ, ക്യാപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് അപ്സ് ആൻഡ് ഡൗൺസ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടായും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ലവ് എന്നാണ് പറയുന്നത്. അങ്ങനെ ലവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിസപ്പിയർഡായി, കാണാനില്ലാതെയായി. സ്ലോലി ലൈക്ക് എ ബേബി ടീത്ത്. അതായത് നമുക്ക് ഒരു 2-3 വയസ്സുള്ള സമയത്ത് നമുക്ക് ചെറിയ പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങും. അതൊരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരു സമയം ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിലും ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് മീ, എൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ അത് കൊഴിഞ്ഞു പോയി, ഒരു പാൽപ്പല്ല് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതങ്ങോട്ട് കൊഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ്, ലവ് വാനിഷ്ഡ് ലൈക്ക് ആൻ അമച്വർ മജീഷ്യൻ, എവ്രി വൺ കുഡ് സീ ദ ട്രാപ്പ് ഡോർ ബട്ട് മീ. അപ്പോൾ ഒരു സ്കിൽഫുൾ മജീഷ്യൻ വേഴ്സസ് അമേച്വർ മജീഷ്യൻ നോക്കുകയാണെങ്കിൽ, അപ്പോൾ വളരെ സ്കിൽഡായിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള മജീഷ്യൻസ് അവർ കാണിക്കുന്ന ഈ മാജിക്സ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അതായത് അവർ ചിലപ്പോൾ അതിലെന്തെങ്കിലും കുറുക്കു വഴികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ഡോർ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് സാധനം അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മാജിക്ക് കാണിക്കുന്നുണ്ടാവുക. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. അവരത്രയും അത് സ്പീഡൊക്കെ കറക്റ്റാക്കി നമ്മളെ മനസ്സിലാക്കാത്ത പോലെ കറക്റ്റായിട്ട് ചെയ്യും. പക്ഷേ അമച്വർ എന്ന് വെച്ചാൽ അങ്ങനെ അത്രയ്ക്ക് സ്കിൽഡൊന്നും അല്ലാത്ത, മാജിക്ക് അത്രയ്ക്ക് അറിയാത്തൊരു വ്യക്തി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരാൾ മാജിക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി അവൻ എന്താ ചെയ്യുന്നത്, അവൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അവൻ ഈ സാധനം ഇങ്ങോട്ട് എറിഞ്ഞിട്ടാണ് നമ്മളെ മാജിക്ക് കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സ്നേഹിക്കുന്ന വ്യക്തി ഒരു അമച്വർ മജീഷ്യനായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതായത് അവൻ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. ഈ സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും, അതായത് ഫാമിലീസ്, ഫ്രണ്ട്സ്, എവ്രിവൺ എൽസ് കുഡ് സീ ദ സൈൻസ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് വാസ് എൻഡിങ്. ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം ഈ റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നല്ലതല്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നശിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ ഇവന് മാത്രം അറിയില്ല ഇതിങ്ങനെ എൻഡ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടെ പറയുക, എവ്രി വൺ കുഡ് സീ ദ ട്രാപ്പ് ഡോർ ബട്ട് മീ. എല്ലാവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് അറിയാം, പക്ഷേ അവനത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവൾക്കത് മനസ്സിലാവുന്നില്ല. ഇനി ലൈക്ക് എൻ ഫ്ലാറ്റ് ടയർ ദർ വർ അതർ പ്ലേസസ് ഐ ഹാഡ് പ്ലാൻഡ് ഓൺ ഗോയിങ്. അതായത് ഇവർ രണ്ടുപേരും സ്നേഹിച്ച് ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടയിൽ ഒരു സ്റ്റോപ്പ് വരികയാണ്. ആ ലവ് അങ്ങോട്ട് ഡിസപ്പിയർ ആവുകയാണ്. എങ്ങനെ? ലൈക്ക് എ ഫ്ലാറ്റ് ടയർ. നമ്മളൊരു യാത്ര പോകാൻ നിൽക്കുന്ന നേരത്ത് നമ്മുടെ ടയർ എന്ത് സംഭവിക്കുന്നു? കാറ്റില്ലാണ്ട് ഫ്ലാറ്റായി പോകുന്നു അല്ലേ? അപ്പോൾ എന്താ, നമുക്ക് യാത്ര തുടരാൻ പറ്റുമോ? ഇല്ല, യാത്ര തുടരാൻ പറ്റില്ല. തൽക്കാലം യാത്ര തുടരാൻ പറ്റില്ല. ആ ടയർ മാറ്റി വെച്ച് സ്റ്റെപ്പിന് ടയർ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, പിന്നെ യാത്ര തുടരാമല്ലോ. അപ്പോൾ ആദ്യത്തെ ലവ് എന്ന് പറയുന്നത് ഇടയിൽ വെച്ച് നിന്നു. ബട്ട് മൈ പ്ലാൻസ് ഡിഡ്ന്റ് മാറ്റർ. എൻ്റെ പ്ലാൻസിന് ആ സമയത്ത് അതിനൊരു എൻഡ് വന്നു. കാരണം ഞാൻ എൻ്റെ ലവുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്നും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അതൊരു ഫ്ലാറ്റ് ടയർ പോലെ ഒരു ടെമ്പററി ആയിട്ട് അവിടെ നിന്നു. അങ്ങനെ എൻ്റെ ലവ് കുറേ വർഷത്തേക്ക് എന്നിൽ നിന്നും അകന്നുപോയി. അതൊരു ടെമ്പററിയാണ്. അത് അവിടെ ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ലവ് ഫൈനലി തിരിച്ചു വന്നു. പുതിയൊരാളാണ്. ലവ് ഫൈനലി റീഅപ്പിയർഡ്. പഴയ പോയ ആളല്ല കേട്ടോ വന്നത്, പുതുതായി വന്ന ഒരാളാണ്. അങ്ങനെ വന്ന ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പുതുതായി വന്ന ആൾക്ക് എൻറ്റയർലി ഒരു പ്രത്യേക മണമായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ ആളിൽ നിന്നും വ്യത്യസ്തമായി ദേ സ്മെൽ ഡിഫറെൻറ്റ് നൗ. They had darker eyes, broader back. Love came with freckles. ഫ്രെക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിങ്ങനെ ചെറിയ ബ്രൗണിഷ് സ്പോട്ട്സ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പുതിയതായി വന്നത്. പുതിയ ബർത്ത് മാർക്സ് ഉണ്ടായിരുന്നു. അവരുടെ വോയിസ് വ്യത്യാസമായിരുന്നു. അവർ ഉറങ്ങുന്ന രീതികൾ വ്യത്യാസമായിരുന്നു. അവർക്ക് പലതായിരുന്നു ഇഷ്ടം. അവർക്ക് വേറെ പല ബുക്സിനോടായിരുന്നു താല്പര്യം. പിന്നെ പുതുതായി വന്ന ലവിനടക്കം ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് അവൾക്കും അല്ലെങ്കിൽ അവനും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്കും ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില പാട്ടുകൾ അവർ പരസ്പരം കേൾക്കുമ്പോൾ അത് അവരുടെ പഴയ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഓർക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ലവ് ഹാഡ് സോങ്സ് ദാറ്റ് റിമൈൻഡഡ് ഹിം ഓഫ് സംവൺ എൽസ്. അതായത് പല പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഴയതായി നടന്നുപോയ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഓർക്കാനൊരു പ്രേരണ തോന്നും. അപ്പോൾ അതിനെ പറ്റിയിട്ടും ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പുതുതായി വന്ന ലവും ആയിട്ട് ഈ പറയുന്ന വ്യക്തി ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കംഫർട്ടായിട്ട് വളരെ കെയറിങ് ആയിട്ട് ഒരുപാട് തമാശകൾ അങ്ങും ഇങ്ങും പറഞ്ഞ് ജീവിച്ചു. പിന്നെ ലവ് മേക്ക് ഫ്രഷ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. ആ ഒരു 2 സെൻറ്റൻസിലാണ് ഈ ഒരു
ഈ സ്പോക്കൺ വേർഡ് പോയട്രിയുടെ ഹ്യൂമർ അല്ലെങ്കിൽ കോമിക് എലമെൻറ്റ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലവ് ഒരുപാട് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസൊക്കെ ഈ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. പക്ഷേ എന്താ ചെയ്യുക, രാത്രി ഉണ്ടാക്കിയ ആൾ തന്നെ ഒരു മിഡ് നൈറ്റ് സ്നാക്കായിട്ട് ഇരുന്നിട്ട് കഴിക്കുമെന്ന് പറയുന്നു. അതൊരു കോമിക് എലമെൻറ്റ്. രണ്ടാമത്തത്, ലവ് ലുക്സ് ഗ്രേറ്റ് ഇൻ ലോഞ്ചറി ബട്ട് സ്റ്റിൽ ലൈക്സ് ടു വെയർ ഹെർ റിറ്റൈനർ. ലോഞ്ചറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻറ്റിമേറ്റ് വിയറിംഗ് ആണ്, അതായത് ഒരു റൊമാൻറ്റിക് ക്ലോത്തിങ് ആണ്. ഒരു ഈ സെക്ഷുവൽ നീഡ്സിനൊക്കെ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു റൊമാൻറ്റിക് പ്ലഷറിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തരം ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണ്. പിന്നെ റീറ്റൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെൻ്റൽ ഡിവൈസാണ്, നമ്മുടെ പല്ലിൻ്റെയൊക്കെ നിര കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം എക്യുപ്മെൻ്റാണ് റീറ്റൈനർ എന്ന് പറയുന്നത്. ലോഞ്ചറി എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് ക്ലോത്തിങ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ധരിക്കുന്ന ഒരു തരം പ്രത്യേകതരം ക്ലോത്തിങ് ആണ്. പക്ഷേ റീറ്റൈനർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല്ലിലൊക്കെ കമ്പി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചിരിയിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടും ശരിക്കും ഓക്വേർഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടുമാണ് ആ ലവ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അവിടെ ഒരു ജക്സ്റ്റപൊസിഷൻ കാണാം, കാരണം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത, ലവ് ഇസ് എ ടെറിബിൾ ഡ്രൈവർ ബട്ട് എ നാവിഗേറ്റർ. ടെറിബിൾ ഡ്രൈവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലവ് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പറ്റും, പക്ഷേ അതെന്താണെന്ന് പോലും അവൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അവൾ കൺട്രോൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മേക്കിംഗ് ഡിസിഷൻസിലോ ഇതിലെല്ലാം അവൾ അത്രയ്ക്ക് നല്ല എക്സ്പേർട്ടായിരിക്കുന്ന ഒരാളായിരിക്കില്ല. പക്ഷേ എങ്കിലും അവൾക്ക് കറക്റ്റ് ദിശയെ പറ്റി, റൈറ്റ് ഡയറക്ഷനെ പറ്റിയിട്ട് അറിയാം. അതാണ് ഗ്രേറ്റ് നാവിഗേറ്റർ. ലവ് സ്റ്റിൽസ് നോസ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ടൈം. ഒരുപാട് സമയമെടുത്താലും അവൾക്ക് കറക്റ്റ് ഡയറക്ഷൻ അവൾക്ക് അറിയാം. സോ അതിനർത്ഥം ലവ് എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. സോ ബട്ട് ഇറ്റ് ഇവഞ്ച്വലി ഫൈൻഡ്സ് ദ റൈറ്റ് പാത്ത്. ഇനി അതുപോലെ തന്നെ ലവ് കുറച്ചു കാലം കഴിയുമ്പോൾ മെസ്സിയർ ആവുന്നു. പിന്നെ ലവ് ഇസ് നോട്ട് ദാറ്റ് സിമ്പിൾ. ഒരിക്കലും ഒരു ലവ് എന്ന് പറയുന്നത് സ്നേഹം മാത്രമല്ല, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടുന്നത് പുതുതായി വന്നിട്ടുള്ള ലവ് ആണെങ്കിൽ ഇങ്ങനെ വളരെ പച്ചയായിട്ടുള്ള, റിയൽ ആയിട്ടുള്ള, അൺഫിൽറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ കംഫർട്ടബിൾ ആണ്, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലവ് യൂസസ് ദ വേർഡ് ബൂബ്സ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ പാരൻസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിലും എപ്പോൾ പറയണമെന്ന് പോലും യാതൊരു തരത്തിലും ബോധമില്ലാത്തൊരു വ്യക്തിയാണ്. അവൾ വളരെ ഉറക്കെയാണ് ചവയ്ക്കുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. ചിലപ്പോൾ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് അത് എറിഞ്ഞിട്ട് അതിൻ്റെ ക്യാപ്പ് എറിഞ്ഞിട്ട് പോവും. പിന്നെ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുമ്പോൾ ഒരുപാട് സ്മൈലി ഇമോജീസൊക്കെ അയക്കും. അങ്ങനെ ലവ് എന്ന് പറയുന്നത് വളരെ റിയൽ ആൻഡ് ഇംപെർഫെക്റ്റ് ആയിട്ട് മാറുകയാണ്. ഇനി ഈ പുതിയതായി വന്ന ലവിനെ ഇവിടെ പറയുന്നത് നമ്മളെ വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. നമ്മൾ ഏതൊരു സന്ദർഭത്തിൽ നിൽക്കുകയാണെങ്കിലും, അതിപ്പോൾ വിഷമിക്കുന്ന ഒരവസ്ഥയിലോ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലോ എന്ത് തന്നെയാണെങ്കിലും, ലവ് സീസ് ബ്യൂട്ടി ഇൻ ഓൾ മൊമെൻറ്റ്സ്. നമ്മളെ അത്രമേൽ നമ്മളിലൊരു വാല്യൂ ഉണ്ട് എന്ന് കണ്ടെത്തി നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ലവിനെ നമുക്കിവിടെ കാണാം. ഇനി ഒരു പക്ഷേ ലവ് മൈറ്റ് ഫോർഗെറ്റ് ടു റിമൈൻഡ് ഹൗ യു വേർ അല്ലെങ്കിൽ ഹൗ സ്പെഷ്യൽ യു ആർ. ഒരു പക്ഷേ നമ്മുടെ ലവ് നമ്മളോട് പറയാൻ മറന്നു പോവും, നിങ്ങൾ അത്ര സ്പെഷ്യലാണ്, നിങ്ങൾ അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. എന്നാൽ അതിന് ഉദ്ദേശം അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല. അവൻ നിന്നെ അഡ്മയർ ചെയ്യുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ ചിലപ്പോൾ ഒരുപക്ഷെ മറന്നു പോയേക്കാം. ഇനി ചിലപ്പോൾ നമുക്ക് കിട്ടിയ ലവ് പെർഫെക്റ്റ് ആയിരിക്കില്ല. അവൻ ചിലപ്പോൾ നിന്നെ ഒരിക്കലും അഡ്മയർ ചെയ്യില്ല അല്ലെങ്കിൽ നിന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സെൽഫ് വർത്ത്, അതായത് നമുക്ക് നമ്മളെ തന്നെയുള്ളൊരു ഇതില്ലേ, നമ്മൾക്ക് നല്ല വാല്യൂ ഉള്ള ഒരാളാണ്, നമ്മൾ അടിപൊളിയാണ് എന്നുള്ള ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയത്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ, ലവ് ഇസ് നോട്ട് ഹൂ യു വർ എക്സ്പെക്റ്റിംഗ്, ലവ് ഇസ് നോട്ട് വാട്ട് യു ക്യാൻ പ്രഡിക്റ്റ്. അതായത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ലവ്. എങ്ങനെ വേണമെങ്കിലും ആവാം, നല്ല രീതിക്കാവാം, മോശപ്പെട്ട രീതിയിലേക്കാവാം. നമ്മളെ ഒരാളെ അഡ്മയർ ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ല പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സെൽഫ് വർത്ത്, നമുക്കൊരു സ്വയം ഒരു ഇതുണ്ടാവുമല്ലോ, അത് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ അടിപൊളിയാണ്, നമുക്ക് തന്നെ ഉള്ളിലൊരു ധാരണ വേണം. ചിലപ്പോൾ ലവ് എന്ന് പറയുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലേ. ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ കിടക്കുന്ന ആളോ ഇന്ത്യയിൽ കിടക്കുന്ന അങ്ങറ്റത്തുള്ള ആളോ ഒക്കെ ആയിരിക്കാം. ഓരോ ഡിഫറെൻറ്റ് ടൈം സോൺ. ഇവിടെ കിടക്കുന്ന നമ്മളിപ്പോൾ കേരളത്തിലുള്ളതാണ് ഒരാൾ സ്നേഹിക്കുന്ന വ്യക്തി, മറ്റേ സ്നേഹിക്കുന്ന വ്യക്തി ദുബായിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈം സോണിലുള്ള ആളായിരിക്കാം. ചിലപ്പോൾ ലവ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ സ്നേഹിക്കാനുള്ള ഒരു സമയത്തിലായിരിക്കില്ല. ചിലപ്പോൾ ലവ് എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിക്കുന്നതിനോട് അത്രയ്ക്കും താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇനി പക്ഷേ നമ്മൾ ലവുമായിട്ട് പിരിഞ്ഞു 20 വർഷം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ എങ്ങനെ തന്നെയാണ് ആ ലവ് അപ്പോഴും നല്ല ബ്യൂട്ടിഫുള്ളായി, നല്ല സുന്ദരിയായിട്ട് അല്ലെങ്കിൽ സുന്ദരനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണെന്നാണ് പറയുന്നത്.
ലവ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറച്ച് നിമിഷത്തേക്ക് മാത്രമാവാം, ചിലപ്പോൾ ഒരു മാസത്തേക്ക് മതി. ആദ്യം കണ്ടു, ഇഷ്ടപ്പെട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിരിഞ്ഞു, അതൊരു ലവാണ്. ഇനി ചിലപ്പോൾ വല്ല ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുള്ള വ്യക്തിയാവാം, ബർത്ത്ഡേ പാർട്ടിക്ക് വെച്ച് കണ്ട വ്യക്തിയാവാം, ചിലപ്പോൾ ഒരു ഫയർ വർക്കിൻ്റെ ഇടയിൽ കണ്ട വ്യക്തിയാവാം. അപ്പോൾ ഓരോ സമയത്തും തുടങ്ങുന്നത് ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങൾ ഒരു പക്ഷേ കുറേ കാലത്തിൽ സ്റ്റേ ചെയ്യാം. മേ ബി ലവ് സ്റ്റേസ്, മേ ബി ലവ് കാൺട്ട്. അതായത് ചിലപക്ഷേ നിലനിൽക്കാം, അല്ലെങ്കിൽ അത് തുടരില്ല. അടുത്തത് വെൻ ലവ് അറൈവ്സ് എക്സാക്ട്ലി വെൻ ലവ് ഇസ് സപ്പോസ് ടു. അതായത് ഒരു ജീവിതത്തിലേക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രേമം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കറക്റ്റ് സമയത്തേ കടന്നു വരുള്ളൂ. അതിൻ്റെ കറക്റ്റ് സമയത്ത് അത് തിരിച്ചു പോവുകയും ചെയ്യും. അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് വിട്ടു പോവുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഒരു സ്നേഹിതനോ സ്നേഹിതയോ ജീവിതത്തിലൂടെ കടന്നു വരികയാണെങ്കിൽ അവർ പറയുന്നത് വെൽക്കം, മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. അതായത് കടന്നു വരുന്ന ആ വരുന്ന ലവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ചെറിഷ് ചെയ്യുകയും അതിനെ എംബ്രേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആ ലവ് പോവാണ്, പറ്റില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് തുടരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതല്ലാണ്ട് പഴയ മെമ്മറീസിനെ ആലോചിച്ചിട്ട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. ലെറ്റ് ഇറ്റ് ഗോ. പോവാണെങ്കിൽ പോയിക്കോട്ടെ, നല്ലതിന് എന്ന് വിചാരിക്കുക. ലീവ് ദ ഡോർ ഓപ്പൺ ബിഹൈൻഡ് ഹെർ. അതായത് നമ്മളെ തന്നെ കംഫർട്ടബിൾ ആക്കുക. ഇനി പുതുതായി നമുക്ക് ഈ ഒരു വ്യക്തി പോയി, ഇനി നമുക്ക് പിന്നീടൊരു ലവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നു വയ്ക്കുക. പുതിയൊരു ജീവിതം നമുക്ക് വരട്ടെ. അതല്ലാണ്ട് പഴയ കാര്യത്തെ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടും അതിനോട് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടും അതിനെതിരെ പ്രതികാരം ചെയ്യുകയും അതിനൊന്നും യാതൊരു തരം ആവശ്യവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ടേൺ ഓഫ് ദ മ്യൂസിക്, ലിസൺ ടു ദ ക്വയറ്റ്, വിസ്പർ, താങ്ക് യു ഫോർ സ്റ്റോപ്പിംഗ് ബൈ. അതായത് നമ്മുടെ കൂടെ നിന്ന വ്യക്തിയോട് നമ്മളൊരു നന്ദി പറയുകയാണ്, അല്ലെങ്കിൽ നമുക്കുണ്ടായ ആ എക്സ്പീരിയൻസ്, ആ ഒരു ലവറുമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. താങ്ക് യു, നിങ്ങൾ ചെയ്തതിന് നന്ദി. അതല്ലാണ്ട് അവരോട് ദേഷ്യപ്പെട്ടിട്ടോ അവരുടെ അടുത്ത് തല്ലുകൂടിയിട്ടോ ഒന്നും തന്നെ നമുക്ക് കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്പോക്കൺ വേർഡ് പോയട്രി. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു ഒരു ലവിനെ കിട്ടിയത്? വളരെ ആഗ്രഹിച്ച് കുറേ എക്സ്പെക്റ്റേഷൻസൊക്കെ വെച്ചു, പക്ഷെ കിട്ടിയതാരാ? എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടില്ല. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് ഡിസപ്പിയേർഡായി. പിന്നെ പുതിയതായിട്ടുള്ള വന്ന ആൾ ആദ്യത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തപ്പെട്ട ഒരാളാണ്. ഇനി അദ്ദേഹവും കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ പോവാം, ചിലപ്പോൾ നിലനിൽക്കാം. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേരിലിരുന്നിട്ട് വിഷമിക്കാനൊന്നും പാടില്ല. പുതിയൊരു ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നിടുക എന്നാണ് പറയുന്നത്. പോയ ആളെ, അദ്ദേഹം തന്ന എക്സ്പീരിയൻസിനെ നമ്മൾ അദ്ദേഹത്തിനോട് നന്ദി പറയൂ, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യൂ അദ്ദേഹത്തെ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സ്പോക്കൺ വേർഡ് പോയട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഡിവൈസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിമിലിയാണ്. കുറച്ച് സെൻറ്റൻസിൽ നമുക്ക് സിമിലി കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ലവ് സ്ട്രെച്ച് ലൈക്ക് എ ട്രാംബോലീൻ, അതുപോലെ തന്നെ സ്ലോലി ലൈക്ക് എ ബേബി ടീത്ത്, ലവ് വാനിഷ്ഡ് ലൈക്ക് എൻ അമാച്വർ മെജീഷ്യൻ. സോ ഈ ഒരു അമാച്വർ മെജീഷ്യൻ നമുക്കൊരു മെറ്റഫോറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രാംബോലീൻ്റെ ആ ഒരു എക്സാമ്പിളും ഒരു മെറ്റഫോറായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു ഇമേജറീസ് പല സ്ഥലത്തും നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ലവ് ലീവ്സ് ദി ക്യാപ്പ് ഓഫ് ദ ടൂത്ത് പേസ്റ്റ്, ലവ് യൂസസ് സ്മൈലി ഫേസസ് ഇൻ ഹെർ ടെക്സ്റ്റ് മെസ്സേജ്. ഇതൊക്കെ നമുക്ക് ഇമേജറീസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഡിവൈസസ്. ഈ ഒരു പെർഫോമൻസ് പോയട്രിയുടെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സാറാക്കയും ഫിൽക്കയും രണ്ടുപേരും ഒരുമിച്ച് വളരെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോം വായിക്കുക, വീഡിയോ കാണുക, ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.